ഇതെന്താ അന്ധകാരമല്ലേ കാണുന്നത്? ഈ ലോകം അന്ധകാരത്തിൻ്റെ പിടിയിലാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടപ്പിറപ്പുകളെ മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാർ, നമ്മുടെ കൂടെയുള്ള വർഗത്തിൽപ്പെട്ട മനുഷ്യനെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക. അത് നമ്മളെ ആക്കുന്നത് ഈ മതമെന്ന് പറയുന്ന സംവിധാനങ്ങളാണ്. അത് വ്യത്യസ്ത മതങ്ങളിലൂടെ നമ്മളെ അടിമകളാക്കി വെച്ചേക്കാണ്. ഒരു നീർക്കുമിള പോലെ ഇവന്മാർ മതം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉരുട്ടിക്കെട്ടി അതിനുള്ളിൽ നമ്മളെ പെടുത്തി കാലാകാലമായി തലമുറകളോളം നമുക്കത് പകർന്നു തന്നുകൊണ്ടിരിക്കുക. ഈ സിസ്റ്റം അവസാനിക്കരുത്, ഒരിക്കലും അവസാനിക്കരുത്. അതിൽ നിന്ന്, ഈ കുമിളയിൽ നിന്ന് നമ്മൾ പൊട്ടി പുറത്തും പോകരുത്. ഇവർക്ക്, ഇതിൻ്റെ മേലാളന്മാർക്ക് സുഖവും എല്ലാ സൗകര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടും. നമ്മളെന്താ നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ കൂടപ്പിറപ്പുകളെയും മനസ്സിലാക്കാൻ പറ്റാതെ മണ്ടന്മാരായി അവർക്കെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്യുക. നമ്മൾ, എൻ്റെ ശരീരം മുറിഞ്ഞാൽ എൻ്റെ രക്തം വരും. ഞാൻ കഴിക്കുന്നതും ചോറ്, എൻ്റെ അയൽക്കാരൻ കഴിക്കുന്നതും ചോറ്. അവനും വായുവിലേക്ക് മരിക്കും, ഞാനും വായുവിലേക്ക് മരിക്കും. മതം പറയുന്ന ഈ കള്ള സിദ്ധാന്തം നമ്മളെ ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ, നമ്മളെ ചിന്തിക്കാനോ നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മളിലേക്ക് മതഭ്രാന്ത് കുത്തിവെക്കുകയാണ്. അതിൽ നമ്മളെ അടിമകളാക്കി വെക്കുകയാണ്. പുതുതലമുറയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനും അവർക്ക് വെളിച്ചം വീശുവാനും ഇവർ ഉപയോഗിക്കുന്ന ഈ കള്ള സിദ്ധാന്തം പൊളിച്ചെടുക്കണം. മാനുഷികമായ എല്ലാ പരിഗണനയും കൊടുത്ത് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും പറ്റുന്നത് പോലെ ജീവിക്കണം. അതിന് മാതൃകയാക്കി കൊടുക്കണം. മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിൽ കൊത്തും കൊലവിളിയും നടത്തുകയാണ് ഈ ലോകത്ത്. അന്ധകാരത്തിൻ്റെ പിടിയിലാണ്ട് പോയിരിക്കുക. ഓരോ രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധം, വെടിക്കോപ്പുകൾ, ഇതെല്ലാം ഇന്ന് കച്ചവടമാകുന്നത് ഈ മതസിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സമാധാനം ലോകത്ത് തന്നെ നഷ്ടപ്പെടുന്നതാണ്. എന്തുകൊണ്ടും നമ്മളിത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോവുകയാണ്. മുന്നോട്ടുള്ള ഈ കാലത്തിൽ നമുക്ക് പുതിയ തലമുറയ്ക്ക്, പുതിയ കുഞ്ഞുമക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട വെളിച്ചം നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ള ചിന്തയാണ്. അത് നമ്മൾ എവിടെ ആരംഭിക്കുന്നോ അവിടുന്ന് തുടങ്ങും നമ്മുടെ ഈ ലോകത്തിൻ്റെ സമാധാനം. അതിനുവേണ്ടി നമ്മളെല്ലാം, ലോകത്തുള്ള ഈ മനുഷ്യരെല്ലാം അണിചേരണം. വൈവിധ്യമാർന്ന ഭാഷകളിലും ഈ ആചാരങ്ങളിലും ഒന്നും നമ്മൾ വേർതിരിക്കേണ്ടവരല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യനെന്ന് പറയുന്ന വർഗമാണ്. ഈ പ്രകൃതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ടെന്നും എപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്കിത് പറ്റി പുതിയ തലമുറയ്ക്കെങ്കിലും നമുക്ക് വെളിച്ചം വീശി കൊടുക്കാം. അതിനായി നമ്മൾ എല്ലാവരും നമ്മളെ കഴിവതും ചെയ്യണം. അതിന് വേണ്ടുന്ന എന്താ? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മതമല്ല നമുക്ക് പ്രധാനം. നന്മ ചെയ്യുന്നിടത്താണ് ദൈവത്തിൻ്റെ സാമീപ്യം, അതാണ് ദൈവമെന്നും. തിന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്നിടത്താണ് പിശാചിന് അല്ലെങ്കിൽ തിന്മയെന്നും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ആർജവം നമുക്ക് കാണിക്കണം. ഉള്ളതിന് കൊടുക്കുന്നു. നമ്മുടെ സഹോദരനക്ക് നന്മ ചെയ്യുമ്പോൾ, അവനെ സഹായിക്കുമ്പോൾ അവിടെയാണ് ദൈവം, അവിടെയാണ് ദൈവം, അതാണ് ദൈവം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവന് ദ്രോഹം ചെയ്യുമ്പോൾ, അവനെ ദ്രോഹിക്കുമ്പോൾ, അവനെ വിഷമിപ്പിക്കുമ്പോൾ അവിടെയാണ് പിശാച്, അതാണ് ഈ ലോകത്തിൻ്റെ തിന്മ എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ ഒന്നും നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാകും. ഈ പറയുന്ന പണത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും അതിർത്തിക്ക് വേണ്ടിയും നമ്മൾ ആരും യുദ്ധം ചെയ്യില്ല. എല്ലാ സമാധാനത്തിൽ പോകും.
അതിന് നമുക്ക് ഒരു വെളിച്ചം വീശുന്ന ഒരു തിരി നാണമെങ്കിലും കൊടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നമ്മളെക്കൊണ്ടാവുന്നത് നമ്മൾ പരിശ്രമിക്കണം. അതിനായി നല്ല നാളേക്ക് വേണ്ടി, നല്ല ഒരു സമൂഹത്തിന് വേണ്ടി, നല്ലൊരു ലോകത്തിന് വേണ്ടി പുതുതലമുറയ്ക്ക് വെളിച്ചം വീശി കൊടുക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം.